അപ്പോഴേ ഇന്ന് നമ്മൾ പോണത് ഗണ്ഡഗിരി, ഉദയഗിരി, അതുപോലെ തന്നെ ധൗളി. ഗണ്ഡഗിരിയും ഉദയഗിരിയും ജൈന ടെമ്പിളും ധൗളി ബുദ്ധ ടെമ്പിളുമാണ്. അപ്പോൾ ഭുവനേശ്വർ സിറ്റിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 രൂപ ടിക്കറ്റാണ് ഒരാൾക്ക് വേണ്ടത്. പാറകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒട്ടനവധി ഗുഹകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പണ്ട് ജൈന സന്യാസിമാരുടെ ഏകാന്തവാസത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭവനങ്ങളായിട്ടാണ് ഇതെല്ലാം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ അമ്പലത്തിൽ പൂജാതി കർമ്മങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് സെഞ്ചുറി BC-യിൽ കലിംഗയിലെ രാജാവായിരുന്ന ഖാരവേല രാജാവും അവരുടെ പിൻഗാമികളുമാണ് ഈ ക്ഷേത്രം പരീക്ഷിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. AD 10 മുതൽ ഒരു 11 സെഞ്ചുറി വരെ സോമവംശി ഡൈനാസ്റ്റി വരുന്നവരെ അവരത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ജൈന ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിന് തന്നെ ബാക്ക് ഭാഗത്തായിട്ട് ഒരുപാട് പലതരത്തിലുള്ള നിർമ്മിതികളും കാണാം, സ്തൂപങ്ങൾ കാണാം. അതിൽ ഒരുപാട് ജൈന സന്യാസിമാരുടെ ചിത്രങ്ങൾ കാണാം, പഴയൊരു ലിപി കാണാം. ചതുരാകൃതിയിലുള്ള വാതിലാണ് എല്ലാ ഗുഹകൾക്കും ഉണ്ടായിരുന്നത്. അതിൻ്റെ 2 വശങ്ങളിലായിട്ട് പലതരത്തിലുള്ള അലങ്കാര കൊത്തുപണികളും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉദയഗിരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ക്ഷേത്രവും ഇടതുവശത്തായിട്ട് ഗുഹാസമുച്ചയവും നമുക്ക് കാണാൻ പറ്റും. ഉദയഗിരിയിൽ 18ഉം ഗണ്ഡഗിരിയിൽ 15ഉം ഗുഹകളാണ് ഉള്ളത്. ഓരോ ഗുഹകൾക്കും പ്രത്യേകം പേരുകളും അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഹാത്തി ഗുഹയിൽ ഖാരവേല രാജാവിനെ പറ്റി ബ്രാഹ്മി ലിപിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു നിലയിലും 2 നിലയിലുമായിട്ട് ഒരേ നിരകളായിട്ട് നമുക്ക് ഒരുപാട് ഗുഹാസമുച്ചയങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നീടുള്ള കാലത്ത് ഈ ഗുഹകളെല്ലാം ജൈന സന്യാസിമാരുടെ പൂജസ്ഥാനങ്ങളായിട്ടാണ് കണക്കാക്കി വരുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ യാത്ര അവിടെ നിന്ന് ധൗളിയിലേക്കായി. ഭുവനേശ്വർ സിറ്റിയിൽ നിന്നും അല്പം അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശാന്തി സ്തൂപം എന്നറിയപ്പെടുന്ന ധൗളി പീസ് പഗോഡ. കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിച്ച അശോക രാജാവാണ് ഇവിടെ ശിലാസ്ഥാപനം നടത്തിയത്. ചുമരിലെ കുത്തുപണികളിൽ ബുദ്ധഭഗവാന്റെ മുന്നിൽ വാൾ സൂക്ഷിക്കുന്ന അശോകന്റെ ചിത്രവും ബുദ്ധഭഗവാന്റെ കാൽപ്പാടുകളും ബോധിവൃക്ഷവും ഒക്കെ ചുമരിൽ കൊത്തിവെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഈ ശാന്തി സ്തൂപത്തിൻ്റെ തൊട്ടടുത്തായിട്ട് സധർമ്മ വിഹാർ മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു ആശ്രമം കൂടിയുണ്ട്.